ഹലോ എവ്രി വൺ. സെൻസോറിയൽ ആക്ടിവിറ്റീസ് കേട്ടിട്ടുണ്ടോ? സെൻസോറിയൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ആക്ച്വലി മോണ്ടിസോറി ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് സെൻസോറിയൽ ആക്ടിവിറ്റീസ്. ആ പേരിൽ തന്നെയുണ്ട് സെൻസ്. യെസ്, ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ നമുക്ക് ചുറ്റുമുള്ള നോളേജിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു മെത്തേഡാണ് സെൻസോറിയൽ ആക്ടിവിറ്റീസ്. മോണ്ടിസോറിയിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ് പ്രധാനമായിട്ടും ആ ഒരു അക്കാഡമിക് പ്ലാനിൽ വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? നമ്മൾ ഈ വലിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ തിയറി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം അവർക്ക് മനസ്സിലാവോ? ഇല്ല. പക്ഷേ ഗെയിംസിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ടച്ചിങ്, സ്മെല്ലിങ്, ഹിയറിങ്, സൈറ്റ് സീയിങ്, ടേസ്റ്റിംഗ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 സെൻസ് അല്ലേ, 5th സെൻസസ് ഉണ്ട്. നമുക്കറിയാം ആ ഒരു 5 ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു സെൻസസിലൂടെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുട്ടികളെ ഒരുപാട് എളുപ്പം മുൻപോട്ടേക്ക് നയിക്കുന്ന ഒന്നാണ് സെൻസോറിയൽ ആക്ടിവിറ്റീസ്. പൊതുവെ സെൻസോറിയൽ ആക്ടിവിറ്റീസ് ഈ മോണ്ടിസോറി ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ എന്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ ഈ ഒരു നിരീക്ഷണ രീതി, അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷി, നിരീക്ഷണ പാടവം, ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെൻസോറിയൽ ആക്ടിവിറ്റീസ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെൻസോറിയൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചില വസ്തുക്കൾ, ഫാക്റ്റ് അല്ലെങ്കിൽ ചില മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പിങ്ക് ടവർ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണ് പിങ്ക് ടവർ. അതേപോലെ തന്നെ സൗണ്ട് സിലിണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റി, അതിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൗണ്ട് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സെൻസോറിയൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാക്കാറുണ്ട്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് സെൻസോറിയൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കുട്ടികളെ ഒരുപാട് അവർ പിന്നാലെ നടന്ന് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവരുടെ പിന്നാലെ നടക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സെൻസോറിയൽ ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് നോളേജ് മനസ്സിലാക്കാൻ സെൻസോറിയൽ ആക്ടിവിറ്റീസ് കൂടുതൽ യൂസ്ഫുൾ ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് സെൻസോറിയൽ ആക്ടിവിറ്റീസ്. ഇത് നിങ്ങൾക്ക് വീട്ടിലും ഈ ഒരു മെത്തേഡ്, ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫാക്ട്സുകളെ കുറിച്ച് അറിയണം എന്നാണെങ്കിലേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.